ഹായ് ഗൈസ്, ഇറ്റ്സ് മീ സൂര്യ. എല്ലാവർക്കും തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിരട്ടയായിട്ടാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ടെക് വീഡിയോസാണ് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചിരട്ടച്ചായ ഉണ്ടാക്കിയതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ ചാനലിൽ കണ്ട ഒരു വീഡിയോ ആണ്. അതിൽ നിന്ന് പ്രചോദനമായിട്ടാണ് ഈ വീഡിയോ ചെയ്യണേ. എത്രത്തോളം നന്നാവുന്നോ എങ്ങനെ ചെയ്യാമെന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ ചിരട്ടച്ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചിരട്ടയാണ്. കുറച്ച് വലിയ ചിരട്ടയായ നന്നാവും. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പാത്രത്തിന് പകരം നമ്മൾ ചിരട്ടയാണ് ഉപയോഗിക്കാൻ പോണേ. ഓക്കെ, ഈ ചിരട്ടയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ ചിരട്ട നാളികേരം ഞാൻ പൊതിച്ചെടുത്തിട്ടുണ്ട്. പൊതിച്ചത് അമ്മയാട്ടോ, അമ്മയുടെ സഹായത്തോടെ ഞാൻ ഇത് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ ചായ. ഇത് ഞാൻ ഒരു ഭാഗം ചിരകിയിട്ടുണ്ട്, ഒരു ഭാഗം ചിരകാത്തുണ്ട്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ നമുക്കിത് കളയല്ല, ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചിരട്ടയായിട്ട് പാത്രമായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പരിപാടിക്ക് പോയാലോ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് പാലും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചായപ്പൊടിയും
ഇതിൻ്റെ പ്രത്യേക സ്വാദുണ്ട്. കുടി. നല്ല കടുപ്പം. ഏലക്കായും നന്നായി രുചി ചിരട്ടയിലുള്ള സ്വാദ്. അപ്പൊ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി നമ്മൾ എന്നിട്ട് അമ്മയെ കൊണ്ടും അച്ഛനെ കൊണ്ടൊക്കെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ടെസ്റ്റ് ചെയ്തോട്ടെ. അതാ ടേസ്റ്റ് ഉണ്ട്. സത്യം പറയാം, എന്തോ സാധാരണ ഇവിടെ ഉണ്ടാകുന്ന ചായക്കാട്ടും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഏലക്കായും പിന്നെ എന്തോ ഏലക്കായിട്ട് ചായ ഞാൻ മുമ്പ് കുടിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ വ്യത്യാസം ഉണ്ട് ഈ സാധനത്തിന്. എന്തോ നാളികേരത്തിന്റെ ടേസ്റ്റ് ഒക്കെ കൂടിയിട്ടാണോ അറിയില്ല, എന്നാലും ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൊളി. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ചായ ഒന്ന് വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒന്നിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ചായ പാത്രത്തിന് പകരം നമ്മൾ ചിരട്ടയിൽ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ അത് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചായ ഒരിക്കലും പൊട്ടിയ ചിരട്ടയിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ അടി മോൾ ഭാഗത്തോട് ഉണ്ടാകാൻ പാടില്ല. അടി ഇങ്ങനെ വട്ടം കണ്ണുള്ള ഭാഗമില്ല, അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തീ വരുമ്പോൾ അത് പൊട്ടും. അപ്പോൾ എന്തായാലും അതിൽ കൂടെ നമ്മുടെ ഉണ്ടാക്കിയ സാധനം ചായയും എല്ലാം അടിക്ക് പോകും. അതുകൊണ്ട് അപ്പോൾ ഗ്യാസിന് കംപ്ലൈൻറ്റ് ആകുമ്പോൾ നമ്മൾ മാക്സിമം ഈ ഇങ്ങനത്തെ മോൾ ഭാഗത്തോണ്ട് അടിഭാഗത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ചായ ഉണ്ടാകാൻ നോക്കുക. അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വേറൊന്നും പറയാല്ല, നല്ല പൊളി ചായയാണ്. അപ്പോൾ എന്തായാലും ഇത് കണ്ടുപിടിച്ചത് കണ്ണൂരുകാരാണ് പറഞ്ഞത്. അപ്പോൾ കണ്ണൂരുകാർക്കൊരു ബിഗ് താങ്ക്സ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ.